ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വാൾ ഡെക്കറാണ്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്ന വാൾ ഡെക്കറിൽ നിന്ന് കുറേ അധികം വ്യത്യാസമുള്ള ഒരു വെറൈറ്റി വാൾ ഡെക്കറാണിത്. നമ്മുടെ ചുമരിനെയൊക്കെ നന്നായിട്ട് തന്നെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ 12 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിങ്ക് കളറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഇതേപോലെ ഒന്ന് കോണോട് കോണാക്കിയിട്ട് മടക്കാം. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന പോലെ നേരെ പകുതിയാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിലൂടെ വീണ്ടും ഇതേപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് മടക്കാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് പേപ്പർ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് അതിൽ ഒന്നും കൂടെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ആ തിരിച്ച് പിടിച്ചിട്ട് ആ ഒരു ഭാഗത്തും കൂടെ ഇതേപോലെ ഒന്ന് പകുതിയാക്കി മടക്കാം. അതിന് ശേഷം നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ആ ഒരു രണ്ട് സൈഡിൽ ഇതേപോലത്തെ ഒരു മടക്ക് കാണാം. ആ മടക്കിലൂടെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുകളിൽ കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് അമർത്തുക. ഇത് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ പിടിച്ചിട്ട് ആ മുകളിലുള്ള ഭാഗം ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേ ഈ ഒരു രീതിയിൽ നമ്മുടെ പേപ്പർ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ആ ഒരു കോൺ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഒരു റാ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മടക്കിയത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സൈഡിലും ഇതേപോലെ അത് ആ ഒരു ഷേപ്പിൽ മുറിഞ്ഞിട്ട് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മുടെ ആ രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ നമുക്ക് ഒരു 2 ലെയറായിട്ട് കിട്ടൂലേ, അതിൽ ആ മുകളിലുള്ള ലെയർ ഈ കാണുന്ന പോലെ സെൻറ്ററിലേക്ക് മറ്റേ കോണിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും ചെയ്യുക. ആ മുമ്പിലുള്ള ആ രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം നമ്മുടെ താഴെ കാണുന്ന ഈ ഒരു കോൺ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കോൺ ഭാഗം ഇതേപോലെ പിറകിലൂടെ കൊണ്ടുവരിക. എന്നിട്ട് അത് മുമ്പിൽ നമ്മളിങ്ങനെ മുകളിൽ ഇതേപോലെ കാണാം. അത് നമ്മുടെ മുൻഭാഗത്തോട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ നേരെ സെൻറ്ററിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കുക. ആ ഒരു നമ്മുടെ പേപ്പറിനെ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് അതൊന്ന് ഫുള്ള് മടക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു മുകളിലൂടെ വന്ന ആ ഒരു ഭാഗം നല്ല ഉറച്ച് നിന്നോളും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഭാഗം ഇളകി പോകാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ഒന്നാക്കിയിട്ട് അതൊന്ന് ഈ ഒരു നമ്മുടെ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാകും ഇത് ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ വേറെ മെഷർമെൻറ്റിലും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മെഷർമെൻറ്റൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്സ്. നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഇതേ മെഷർമെൻറ്റിൽ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വരുന്ന ആ ഒരു പിക്ചർ നോക്കിയിട്ട് ഈ കളേഴ്സൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ നമ്മുടെ വാളിൽ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള വാൾ ഡെക്കർ അഥവാ ഹോം ഡെക്കർ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ ആ ഒരു ചുമര് കാണാൻ നമ്മുടെ ഹാളിലാണ് ഞാൻ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് കേട്ടോ ഇത്. അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ അതല്ലാതെ ഞാൻ എക്സ്റ്റേണൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റ്സൊക്കെ. അപ്പോൾ ഒരു ഫ്ലവറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഷോർട്സിൽ. അപ്പോൾ ആ ഒരു ഫ്ലവറാണ് ആ 2 എണ്ണം. പിന്നെ അതിൻ്റെ താഴെ ഉള്ളത് ഞാൻ വേറെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണത്. അപ്പോൾ ഇതൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും നല്ല അഭിപ്രായമായിരിക്കും. നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് കാണുന്ന എല്ലാവർക്കും, നിങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരിക്കും. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.